EMI ഈ ഒരു വേർഡ് ഇപ്പോൾ നമ്മളുടെ ലൈഫിൽ വളരെ നോർമൽ ആയതുകൊണ്ട് അത് ഡേഞ്ചറസ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഫോൺ വാങ്ങണം EMI, ബൈക്ക് വാങ്ങണം EMI, TV, AC, ലാപ്ടോപ്പ് EMI, ട്രാവൽ പോയാലും EMI. EMI ഇപ്പോൾ ഒരു ഓപ്ഷൻ അല്ല, EMI ഒരു ഹാബിറ്റായി മാറിയിരിക്കുന്നു. പക്ഷേ ഒരു ചോദ്യമുണ്ട്, EMI നമ്മൾ യൂസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അത് നമ്മളെ യൂസ് ചെയ്യുന്നതാണോ? ഈ വീഡിയോ മിഡിൽ ക്ലാസ് പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയല്ല, ഈ വീഡിയോ EMI നമ്മളുടെ ഡിസിഷൻ സ്ലോ ആയി കൺട്രോൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനാണ്. ആദ്യം ഒരു കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയാം, EMI നമ്മളോട് പ്രൊഡക്റ്റിന്റെ വില പറയുന്നില്ല. EMI നമ്മളോട് പറയുന്നത് മന്ത്ലി ഇത്ര മാത്രം എന്നാണ്. 1,20,000 രൂപ എന്ന് കേട്ടാൽ ബ്രെയിൻ ഇമ്മീഡിയറ്റ് ആയി പറയും വേണ്ട, എക്സ്പെൻസീവ് ആണെന്ന്. പക്ഷേ അതേ സാധനം 4,999 പെർ മന്ത് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സൈലന്റ് ആയി പോകും. റീസൺ സിമ്പിൾ ആണ്, ബ്രെയിൻ വലിയ സംഖ്യയെ റിജക്ട് ചെയ്യുന്നു, പക്ഷേ ചെറിയ മന്ത്ലി നമ്പേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇത് EMIയുടെ ഫസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് ട്രിക്ക് ആണ്. പ്രൈസ് ഇൻവിസിബിൾ ആകുമ്പോൾ നമ്മുടെ ഡിസിഷൻ വീക്ക് ആകും. ഇനി നെക്സ്റ്റ് റീസൺ നോക്കാം. EMI ഫ്യൂച്ചർ സാലറിയെ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഒരു EMI നിങ്ങളുടെ നെക്സ്റ്റ് 12, 18, 24 മാസത്തിലെ സാലറിയിലെ ഒരു പാർട്ട് ആൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അത് പ്രോബ്ലം പോലെ തോന്നുമോ? ഇല്ല, എല്ലാം മാനേജ് ആവുമെന്ന് തോന്നും. പക്ഷേ ഫ്ലെക്സിബിലിറ്റി പതുക്കെ കുറയുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ ചോയ്സസ് നിങ്ങൾ അറിയാതെ ലിമിറ്റ് ആകുന്നു. ഇത് തേർഡ് കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. EMI നമ്മളുടെ ക്യാഷ് ഉണ്ടാക്കി സേവ് ചെയ്താൽ സാധനം വാങ്ങണം എന്ന തിങ്കിങ് ഡിസ്ട്രോയ് ചെയ്യുന്നു. ആദ്യകാലങ്ങളിലെ ലോജിക്ക് സിമ്പിൾ ആയിരുന്നു, ആദ്യം പൈസ ഉണ്ടാക്കണം പിന്നെ വാങ്ങണം. പക്ഷേ EMIയുടെ ലോജിക്ക് ഇങ്ങനെയാണ്, ആദ്യം വാങ്ങണം പിന്നെ ലൈഫിൽ ഫ്യൂച്ചറിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഫ്യൂച്ചറിൽ സേവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നവർ മെജോറിറ്റി സേവ് ചെയ്യില്ല, നോട്ട് ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു, ബട്ട് ബിക്കോസ് പൈസ ആൾറെഡി കമ്മിറ്റഡ് ആണ്. ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാം, EMI നമ്മളുടെ എൻജോയ്മെന്റിനെയും സ്പോയിൽ ചെയ്യുന്നു. ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ഫുൾ എക്സൈറ്റ്മെന്റ് ആണ്, പക്ഷേ കുറച്ചു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നോർമൽ ആയി തോന്നുന്നു. ബട്ട് EMI നോർമൽ ആവില്ല, അത് ഫ്രഷ് ആയി തന്നെ അവിടെ ഉണ്ടാകും. അപ്പോൾ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് വരും, പ്രൊഡക്റ്റ് എൻജോയ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നു, അതുകൊണ്ട് തന്നെ പേയ്മെന്റ് കൊടുക്കാനുള്ള എക്സൈറ്റ്മെന്റും ഇല്ല. ഇത് EMI ക്രിയേറ്റ് ചെയ്യുന്ന മെന്റൽ ഫ്രിക്ഷൻ ആണ്. ഇനി ഒരു റിയൽ ഡേഞ്ചർ പറയാം, മോസ്റ്റ് EMI പർച്ചേസും ഡിപ്രീഷിയേറ്റിംഗ് ഐറ്റംസിനാണുള്ളത്. അതായത് ഫോണ്, ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക്സ്, ഇതിന്റെ എല്ലാം പുതിയ മോഡൽസ് വരുമ്പോൾ വാല്യൂ താഴോട്ട് പോകും. ലോൺ എമൗണ്ട് സെയിം ആയി നിൽക്കും. ഒരു പോയിന്റിൽ നിങ്ങൾ പേ ചെയ്യുന്ന പൈസ പ്രൊഡക്റ്റിന്റെ വാല്യൂവിനേക്കാൾ കൂടുതലാകും. അപ്പോൾ നിങ്ങൾക്ക് എസ്കേപ്പ് ഇല്ല, സെൽ ചെയ്താൽ ബെനിഫിറ്റ് ഇല്ല, അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുകയുമില്ല, നിങ്ങൾ ലോക്ക്ഡ് ആവും. ഇത് ഇമോഷൻ അല്ല, ഇത് പ്ലെയിൻ മാത്സ് ആണ്. ഇപ്പോൾ ഇനി EMI എങ്ങനെ നിങ്ങളെ ട്രാപ്പ് ആക്കുന്നു എന്ന് നോക്കാം. ഒരു EMI എടുക്കുമ്പോൾ കയ്യിലെ ക്യാഷ് അല്പമായി കുറയും. ക്യാഷ് കുറയുമ്പോൾ അടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടി ടഫ് ആകും. ഡിസിഷൻ ടഫ് ആയാൽ EMI തന്നെ ഈസി ഓപ്ഷൻ പോലെ തോന്നി തുടങ്ങും. ഇങ്ങനെ EMI എടുത്ത് ക്യാഷ് കുറയുന്നു, ഡിസിഷൻ വീക്കായി വീണ്ടും EMI എടുത്ത്, ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വീഷ്യസ് സൈക്കിൾ. ഇവിടെ പ്രശ്നം നിങ്ങളല്ല, നിങ്ങൾ വീക്ക് ആകുന്നില്ല, നിങ്ങളുടെ ഓപ്ഷൻസ് ആണ് വീക്ക് ആകുന്നത്. അതുകൊണ്ട് EMI പതുക്കെ ഹാബിറ്റ് ആയി മാറുന്നത്. ഈ സൈക്കിൾ എല്ലാം ആംപ്ലിഫൈ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ്. നമ്മൾ കാണുന്നത് സേവിങ്സ് അല്ല, നമ്മൾ കാണുന്നത് അപ്ഗ്രേഡ്സ് ആണ്. EMI എഫേർട്ടിനെ ഹൈഡ് ചെയ്യുന്നു. സോ കമ്പാരിസൺ നടക്കും, പക്ഷെ കോണ്ടെക്സ്റ്റ് ഇല്ല. ഇപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ക്ലാരിഫിക്കേഷൻ തരാം, EMI എല്ലാ സമയത്തും വില്ലൻ അല്ല. ഹൗസ് ലോൺ, എഡ്യൂക്കേഷൻ ലോൺ, ബിസിനസ് ലോൺ, ഇവ ലൈഫ് ഇംപ്രൂവ് ചെയ്യാനുള്ള ലോൺസ് ആണ്. പക്ഷെ പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചാൽ EMI വാണ്ട്സിനെ നീഡ്സ് ആക്കി മാറ്റുമ്പോഴാണ്. നൈസ് ടു ഹാവ് മസ്റ്റ് ഹാവ് ആവുമ്പോൾ EMI ആ ട്രാൻസ്ഫോർമേഷൻ ഈസി ആക്കുന്നു. അതുകൊണ്ട് തന്നെ ഡേഞ്ചർ സിഗ്നൽ ലേറ്റ് ആയി വരും. ലൈഫിൽ അൺസർട്ടനിറ്റി വന്നാൽ മാത്രം പ്രോബ്ലം ഫുൾ ആയി വിസിബിൾ ആകും. ജോബ് ഡിസ്റ്റർബൻസ്, ഹെൽത്ത് എക്സ്പെൻസ്, ഫാമിലി റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം ഉള്ളപ്പോഴും EMI പൗസാവില്ല. സിസ്റ്റം അതിനുവേണ്ടി ഡിസൈൻ ചെയ്തതല്ല. ഈ വീഡിയോ ഭയം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ഈ വീഡിയോ ക്ലാരിറ്റി ഉണ്ടാക്കാനാണ്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു പ്രീച്ചിങ്ങും ഇല്ല, റൂൾസും ഇല്ല. ഒരു ചോദ്യം മാത്രം, നെക്സ്റ്റ് ടൈം EMI ഓപ്ഷൻ കാണുമ്പോൾ ഒരു സെക്കൻഡ് നിന്ന് ചിന്തിക്കുക, ഇത് എടുത്താൽ എന്റെ ഫ്യൂച്ചർ ഓപ്ഷൻസ് കൂടുമോ അതോ കുറയുമോ? ഇത് ഇല്ലായിരുന്നെങ്കിൽ എന്റെ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറെ ഫ്രീ ആയിരിക്കുമോ? ഞാൻ EMI ചൂസ് ചെയ്യുന്നത് റിയൽ നീഡ് കൊണ്ടാണോ അതോ ഡിസിഷൻ ഈസി ആയതുകൊണ്ടാണോ? നെക്സ്റ്റ് വീഡിയോയിൽ ഓൺലൈനിലൂടെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമോ അതോ എല്ലാവരും നിങ്ങളെ പറ്റിക്കുകയാണോ എന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങളെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ചിന്തിപ്പിച്ചിരുന്നെങ്കിൽ കമന്റ് ചെയ്യൂ. നോയ്സ് അല്ല, ക്ലാരിറ്റി വേണമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം.